BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തുടർച്ചയായി RSS നേതാക്കളെ കണ്ടു. MR അജിത് കുമാർ വിഷയത്തിൽ CPI നിലപാടിൽ മാറ്റമില്ല, ബിനോയ് വിശ്വം. ADGP MR അജിത് കുമാർ വിഷയത്തിൽ CPI നിലപാടിൽ മാറ്റമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആശ്വാസ്യമല്ലാത്ത ചില നടപടികൾ അജിത് കുമാറിന്റെ ഭാഗത്തുനിന്നുമുണ്ടായി. തുടർച്ചയായി RSS നേതാക്കളെ കണ്ടു. തൃശൂർ പൂരം തൃശൂരിന്റെ ദേശീയ ഉത്സവമാണ്. അത് അലങ്കോലമാക്കുന്നത് അജിത് കുമാറിന് തടയുവാനായില്ലെന്നത് ബിനോയ് വിശ്വം പറഞ്ഞു. ചുമതലയിലുള്ള മന്ത്രി പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ചട്ടങ്ങളും നടപടിക്രമങ്ങളുമുണ്ട്, അത് പാലിച്ചിട്ടില്ല. സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ CPIയുമായി ആലോചിക്കേണ്ടി വരും, അല്ലാതെ മുന്നോട്ടു പോകുവാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI നിലപാട് പറയുമെന്നും CPIയുമായി ആലോചിക്കാതെ LDFന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്ന സംഭവം. പ്രധാനാധ്യാപകൻ അവധിയിലെന്ന് പോലീസ്, അറസ്റ്റ് ഉടനുണ്ടാകില്ല. കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയുടെ കർണപുടം അടിച്ചു തകർത്ത സംഭവത്തിൽ ഹെഡ്മാസ്റ്റർ M അശോകൻ അവധിയിലെന്ന് പോലീസ്. ഹെഡ്മാസ്റ്ററുടെ അറസ്റ്റ് ഉടനുണ്ടാകില്ല. വിശദമായ അന്വേഷണത്തിന് ശേഷം നടപടി മതി എന്നാണ് പോലീസ് തീരുമാനം. പാഠപുസ്തകത്തിന്റെ ജോലിയുണ്ടെന്നും അവധിയല്ലെന്നുമാണ് M അശോകന്റെ പ്രതികരണം. സംഭവത്തിൽ ബേഡകം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. കേസിൽ മുൻകൂർ ജാമ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നാണ് M അശോകന്റെ പ്രതികരണം. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ അസംബ്ലിക്കിടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഹെഡ്മാസ്റ്റർ M അശോകൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവ് കൃഷ്ണ കാൽ കൊണ്ട് ചരൽ നീക്കി കളിച്ചു. ഇത് അധ്യാപകന് ഇഷ്ടപ്പെട്ടില്ല. കുട്ടിയെ വേദിയിലേക്ക് വിളിക്കുകയും മറ്റു കുട്ടികളുടെയും അധ്യാപകരുടെയും മുൻപിൽ വെച്ച് അടിക്കുകയും ചെയ്തു. അസംബ്ലി കഴിഞ്ഞയുടൻ അടികൊണ്ട് കരഞ്ഞു നിന്ന കുട്ടിയെ സമാധാനിപ്പിക്കുവാൻ അധ്യാപകൻ തന്നെ ശ്രമിക്കുകയും ചെയ്തു. ചെവിക്ക് വേദന കൂടിയതോടെ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് കർണപുടം പൊട്ടിയ വിവരം അറിയുന്നത്. ജിമ്മിൽ കയറി മോഷണം. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ്. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ്. പരാതിക്കാരൻ ജിൻഡോയിൽ നിന്നും ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ്. വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചുവെന്നും CCTVകൾ നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. രാത്രിയിൽ ബോഡി ബിൽഡിംഗ് സെന്ററിൽ ജിൻഡോ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കമാണ് പരാതി നൽകിയത്. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടാണ് ജിം തുറന്നതെന്നും പോലീസ് പറയുന്നു. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 26 മുതൽ. കിറ്റിൽ 14 ഇന സാധനങ്ങൾ, 20 കിലോ അരി 25 രൂപ നിരക്കിൽ. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 26 മുതലെന്ന് മന്ത്രി GR അനിൽ. ആദ്യഘട്ടത്തിൽ AAY വിഭാഗത്തിനും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് കിറ്റ് വിതരണം ചെയ്യുക. കിറ്റിൽ 14 ഇന സാധനങ്ങൾ ലഭ്യമാക്കും. സെപ്റ്റംബർ 4-ന് വിതരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു റേഷൻ കാർഡിന് 20 കിലോ അരി 25 രൂപ നിരക്കിൽ ലഭിക്കും. BPL, APL കാർഡ് എന്ന വ്യത്യാസം ഇല്ലാതെ ലഭിക്കും. 250-ൽ അധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അരിപ്പൊടി, ഉപ്പ്, പഞ്ചസാര, മട്ട അരി, പായസം മിക്സ് എന്നിവയാണ് പുതിയതായി പുറത്തിറക്കിയ സാധനങ്ങൾ. ഓണം പ്രമാണിച്ച് വലിയ വിലക്കുറവിൽ ലഭിക്കും. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിൽ ഇത്തവണ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തും. വെളിച്ചെണ്ണയുടെ വില മാർക്കറ്റിൽ കുറച്ചു വരുവാനുള്ള കാര്യങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. വിലക്കുറവിൽ സംസ്ഥാന വ്യാപകമായി ഇത്തവണയും സപ്ലൈകോ ഓണച്ചന്ത നടത്തും. വിവിധ ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ, മറ്റ് FMCG ഉൽപ്പന്നങ്ങൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, പഴം, ജൈവ പച്ചക്കറികൾ എന്നിവ മേളയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിൽപ്പന നടത്തും. ഇതിനു പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ നിരവധി നിത്യോപയോഗ സാധനങ്ങൾക്കും വൻ വിലക്കുറവിൽ നൽകും. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് 4 പ്രതികൾക്ക് കൂടി ഹൈക്കോടതി ജാമ്യം. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ 4 പ്രതികൾക്ക് കൂടി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് രാജ വിജയരാഘവൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പ്രതികൾക്ക് ജാമ്യം നൽകി ഉത്തരവിട്ടത്. അൻസാർ, ബിലാൽ, റിയാസ്, സഹീർ എന്നിവർക്കാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് ഇവരെന്നായിരുന്നു NIAയുടെ വാദം. പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ കൊലപാതകത്തിന് പ്രതികാരമാണ് ശ്രീനിവാസൻ വധം എന്നാണ് കണ്ടെത്തൽ.
കേസിൽ ചില പ്രതികൾക്ക് ഹൈക്കോടതിയും സുപ്രീംകോടതിയും ജാമ്യം അനുവദിച്ചിരുന്നു. റിമാൻഡിൽ തുടർന്നിരുന്ന മറ്റ് 4 പ്രതികൾക്കാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്. 2022 ഏപ്രിൽ 16-നായിരുന്നു RSS പ്രവർത്തകനായ ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. ഒരു വിഭാഗം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ചേർന്ന് കൊലപ്പെടുത്തിയതെന്നാണ് NIA കേസ്. ശ്രീനിവാസനെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസ് അന്വേഷണം അവസാനിച്ചതിനാൽ കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദവും അംഗീകരിച്ചാണ് ജാമ്യം അനുവദിച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. 2 ട്രെയിനുകൾക്ക് കേരളത്തിൽ പുതിയ സ്റ്റോപ്പുകൾ അനുവദിച്ച് റെയിൽവേ. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് ഓച്ചിറയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. മംഗലാപുരം സെൻട്രൽ തിരുവനന്തപുരം എക്സ്പ്രസിന് ശാസ്താംകോട്ടയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് പുതുതായി അനുവദിച്ച 3 സ്റ്റോപ്പുകൾ തിങ്കളാഴ്ച നിലവിൽ വന്നു. കുലുക്കല്ലൂർ, പട്ടിക്കാട്, മേലാറ്റൂർ എന്നിവിടങ്ങളിലാണ് പുതിയ സ്റ്റോപ്പ് അനുവദിച്ചത്. നിലമ്പൂർ കോട്ടയം സർവീസിന് 3 സ്റ്റോപ്പ് ഉണ്ടാകും. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് നിലമ്പൂർ ഷൊർണൂർ പാതയിലെ എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് അനുവദിക്കണമെന്ന യാത്രക്കാരുടെ നാളുകളായുള്ള ആവശ്യത്തിന് ഭാഗിക പരിഹാരമാണ് പുതിയ നടപടി. അതേസമയം എറണാകുളം ഷൊർണൂർ മെമു അടുത്ത ആഴ്ചയോടെ നിലമ്പൂരിലേക്ക് നീട്ടി സർവീസ് തുടങ്ങും. രാത്രിയിൽ 8:35-ന് ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ട് 10:05-ന് നിലമ്പൂരിലെത്തുന്ന രീതിയിലും പുലർച്ചെ 3:40-ന് നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ട് 4:55-ന് ഷൊർണൂരിൽ എത്തുന്ന വിധത്തിലുമാണ് നിലവിൽ ഈ സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ട്രെയിനിൽ കോച്ചുകളുടെ എണ്ണം 14-ൽ നിന്നും 16 വർദ്ധിപ്പിച്ചിരുന്നു. സുരേഷ് ഗോപിക്കെതിരായ പുലിപ്പല്ല് കേസ്. BJP നേതാക്കളുടെ മൊഴിയെടുക്കും. പുലിപ്പല്ല് കെട്ടിയ മാല ധരിച്ചെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ കേസിൽ BJP നേതാക്കളുടെ മൊഴിയെടുക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വനം വകുപ്പ് ഉടൻ നോട്ടീസ് അയക്കും. യൂത്ത് കോൺഗ്രസ് നേതാവായ മുഹമ്മദ് ഹാഷിമാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. കേസിൽ പരാതിക്കാരന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് പരാതിക്കാർ ഹാജരാക്കിയ ദൃശ്യത്തിലുള്ള BJP നേതാക്കളുടെ മൊഴിയെടുക്കുവാൻ വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. പുലിപ്പല്ല് ധരിച്ചുള്ള മാലയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടാനായാണ് വനം വകുപ്പ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. പരാതിക്കാരൻ നൽകിയിരിക്കുന്ന തെളിവുകൾ സംബന്ധിച്ചും വിവരങ്ങൾ തേടും. കേന്ദ്രമന്ത്രി പുലിപ്പല്ല് കെട്ടിയ മാല ഉപയോഗിച്ചതോടെ 1972-ലെ വനം വന്യജീവി സംരക്ഷണ നിയമ ലംഘനം നടത്തിയെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് കൈവശമുള്ള മുഴുവൻ രേഖകളും വനം വകുപ്പിന് കൈമാറിയെന്നും പരാതിക്കാരൻ പറഞ്ഞിരുന്നു. ഉത്തേജക മരുന്ന് പരിശോധനയിൽ NV ഷീനയ്ക്ക് തിരിച്ചടിയായത് എന്ത്? മലയാളി ട്രിപ്പിൾ ജമ്പ് താരം NV ഷീനയ്ക്ക് വിലക്കേർപ്പെടുത്തിയ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി നാഡയുടെ നടപടിയിൽ കൂടുതൽ വിവരങ്ങൾ കാത്ത് കായിക കേരളം. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതാണ് വിലക്കിന് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഏത് നിരോധിത മരുന്നിന്റെ സാന്നിധ്യമാണ് താരത്തിന്റെ ശരീരത്തിൽ കണ്ടെത്തിയതെന്ന് നാഡ വെളിപ്പെടുത്തിയിട്ടില്ല. സാമ്പിൾ ശേഖരിച്ച തീയതിയും എന്നു മുതലാണ് സസ്പെൻഷൻ പ്രാബല്യത്തിൽ വന്നത് എന്നുമുള്ള കാര്യങ്ങളും വ്യക്തമല്ല. പരിശീലകനോ പോഷകാഹാര വിദഗ്ധർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇനിയും അറിവായിട്ടില്ല. 2018 ഏഷ്യൻ ഇൻഡോർ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വെള്ളി സമ്മാനിച്ച താരമാണ് ഷീന. 2015 കേരളം, 2022 ഗുജറാത്ത്, 2023 ഗോവ ദേശീയ ഗെയിംസുകളിൽ സ്വർണം നേടി ഹാട്രിക് കുറിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ വെള്ളി നേടിയപ്പോൾ 2023-ലെ ഹാങ്ഷു ഏഷ്യൻ ഗെയിംസിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്തിരുന്നു തൃശൂർ ചേലക്കര സ്വദേശിയായ 32-കാരി. അതേസമയം പരിശീലകന്റെ പിഴവാണോ ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടിക്ക് പിന്നിലെന്നതും ചോദ്യമായി ഉയരുന്നുണ്ട്. ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി വാഡ പ്രസിദ്ധീകരിക്കുന്ന നിരോധിത വസ്തുക്കളുടെ പട്ടിക അത്ലറ്റുകൾക്ക് നൽകുകയും അത്തരം മരുന്നുകളുടെ ഫലങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യാറുണ്ട്. ഇന്ത്യ ഇത്തരം കാര്യങ്ങളിൽ കായിക താരങ്ങൾക്ക് അവബോധമുണ്ടാക്കുവാൻ വിവിധ ഏജൻസികളെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.